ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോളിവുഡിലെ 10 മികച്ച സിനിമകൾ. കൊച്ചിയിൽ ഒരുപാട് ഹിന്ദി സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പണ്ട് ദൂരദർശന്റെ അകത്ത് വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ പടങ്ങൾ വരാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അപ്പൊ ആ ഒരു അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു 10 സിനിമകൾ, അതിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പത്താമത്തെ സിനിമ ഫാഷൻ ആണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്ന മധുർ ഭണ്ഡാരകറാണ്. ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഒരു A to Z കാര്യങ്ങൾ ഈ സിനിമ കാണിക്കുന്നുണ്ട്. എങ്ങനെ ഒരാൾ സ്ട്രഗിൾ ചെയ്ത് ഇൻഡസ്ട്രി വരുന്നതും പിന്നെ അതിനുശേഷം അവർക്ക് സ്റ്റാർഡം കിട്ടിയതിന് ശേഷം എങ്ങനെ അവർ താഴേക്ക് പോകുന്നു, എന്നുവെച്ചാൽ ഒരു ഉയർച്ചയിൽ നിന്ന് എങ്ങനെ ഒരാൾ താഴോട്ട് പോകുന്നു, അയാളുടെ സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ അയാളുടെ ജീവിത രീതി കൊണ്ടൊക്കെ അയാളുടെ എങ്ങനെ അവരുടെ ഒരാളുടെ കരിയർ നശിച്ചു പോകുന്നു എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഫാഷൻ. മനുഷ്യന്റെ ഒരു ജീവിതം തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഇൻഡസ്ട്രി അവർ എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് പ്രിയങ്ക ചോപ്രയ്ക്ക് ലഭിക്കുകയും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയത് കങ്കണ റണൌത്തിനുമായിരുന്നു. ഒമ്പതാമത്തെ ചിത്രം എന്ന് പറയുന്നത് ദിൽ ചാഹത്താ ഹൈ ആണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഫർഹാൻ അക്തറാണ്. ഇതിനകത്ത് 3 ഫ്രണ്ട്സിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് ഇത്. നമ്മൾ സിനിമകൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് 3 ഫ്രണ്ട്സിന്റെ കഥ പറയുന്നത്. ഇപ്പം 3 ഇഡിയറ്റ്സ് ആണെങ്കിലും അങ്ങനെ വേറെ ഒരുപാട് സിനിമകളുണ്ട്, പല ഇൻഡസ്ട്രിയിലുണ്ട് അങ്ങനെ 3 ഫ്രണ്ട്സിന്റെ കഥ പറയുന്ന പടങ്ങൾ. എനിക്ക് അതിലൊക്കെ ഒരുപാട് മികച്ചു നിൽക്കുന്ന സിനിമയാണ് ദിൽ ചാഹത്താ ഹൈ. കാര്യം ഇതിന്റെ 3 കഥാപാത്രങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. 3 പേരുടെ ജീവിതം 3 സിറ്റുവേഷനുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ടീനേജിൽ തുടങ്ങി മുമ്പോട്ട് പോകുന്ന അവരുടെ ജീവിതം എല്ലാം അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് ആ സിനിമ. ഒരുപാട് മൊമെന്റ്സ് തരുന്ന സിനിമയാണ്. എക്സ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സ് പോർഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കരച്ച് ലാസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് എഡിറ്റിംഗ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രീകർ പ്രസാദ് ആയിരുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ടെക്നിക്കൽ സൈഡ് ഒരുപാട് വലിയ ആൾക്കാരായിരുന്നു ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫർഹാൻ ആദ്യത്തെ സിനിമയായിരുന്നു. പിന്നെ ബെസ്റ്റ് പോപ്പുലർ മൂവികൾ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ ഒരു മികച്ച ഒരു അനുഭവം നൽകുന്ന ഒരു നല്ല സിനിമയാണ് ദിൽ ചാഹത്താ ഹൈ. ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എനിക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ ബേസ് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണ്. വലിയൊരു കലാകാരൻ ഈ അടുത്ത് മരിക്കുകയുണ്ടായി, ഇർഫാൻ ഖാൻ. ഒരുപാട് നല്ല ചിത്രങ്ങളൊക്കെ നമുക്ക് തന്നൊരു വ്യക്തിയായിരുന്നു. അഭിനയിച്ച ലഞ്ച് ബോക്സ് ആണ് 8ാമത്തെ ചിത്രം. ഈ സിനിമ ഞാൻ IFFKയിലായിരുന്നു കണ്ടിരുന്നത്, ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഈ സിനിമ ഒരു പ്രണയത്തിന്റെ വേറൊരു തലം നൽകുന്ന ഒരു സിനിമയാണ്. അതിൽ ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തിയുടെ അയാളുടെ ഉള്ളിലോട്ട് വരുന്ന ഒരു പ്രണയത്തെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരുപാട് ലൈറ്റ് മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിംപിൾസിറ്റിയുടെ വേറെ ലെവലിൽ പോകുന്ന ഒരു സിനിമയാണിത്. അതായത് ഒരുപാട് ഹാർഡ് ഹിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ഡാർക്കായിട്ടുള്ള പടമൊന്നുമല്ല, ഒരുപാട് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു നല്ലൊരു സിനിമയാണ് ലഞ്ച് ബോക്സ്. ഇതിനകത്തില് തകർത്ത് അഭിനയിച്ചിരിക്കുന്നതിനകത്തില് ഇർഫാൻ ഖാൻ ഉണ്ട്, അതോടൊപ്പം തന്നെ നവാസുദ്ദീൻ സിദ്ദിഖി ഈ സിനിമയ്ക്കകത്തുണ്ട്. റിതേഷ് ഭദ്രയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു പ്രണയം പറയുന്ന ഒരു സിനിമയായിരുന്നു ലഞ്ച് ബോക്സ്. ഒരുപാട് വേദികളിൽ ഇന്ന് പ്രശംസ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാൻസ് ഫിലിം ഫെസ്റ്റിവലിന് സ്റ്റാൻഡിംഗ് ഒവേഷൻ കിട്ടിയ സിനിമയാണിത്. അപ്പം ഇർഫാൻ ഖാന്റെ ആക്ടിങ്ങും എല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക, ഒരിക്കലും മിസ് ചെയ്യരുത്. 7ാമത്തെ ചിത്രം അജയ് ദേവ്ഗൺ നായകനായിട്ടുള്ള ഗംഗാജലാണ്. സിംഗം എന്ന സിനിമയൊക്കെ പറയുന്ന പോലെ ഒരു പോലീസുകാരൻ ഒരു നാട്ടിലോട്ട് എത്തുകയും പിന്നെ അവിടുത്തെ കറപ്ഷൻ മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബേസിലുള്ള ഒരു സിനിമയാണ് ഗംഗാജൽ. എനിക്ക് ഗംഗാജലാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത്. കാര്യം ഇത് ഒരുപാട് പഴയ പടമാണ്. ഇത് പക്ഷേ എടുത്തിരിക്കുന്ന ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടാണ്. അജയ് ദേവ്ഗണിന്റെ കഥാപാത്രം ബീഹാറിലൊരു ഗ്രാമത്തോട്ട് വരികയും അവിടെ അയാൾക്ക് പോസ്റ്റിംഗ് കിട്ടി. അവിടെ വന്നു കഴിയുമ്പോൾ അയാൾ കാണുന്നത് പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരും ജീവിക്കുന്നത് ഈ ഒരു ഗുണ്ടയുടെയും അതുപോലെ നേതാക്കളുടെയും ഒക്കെ പേറോളിലാണ്. അവർ അണ്ടറിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. പിന്നെ അജയ് ദേവ്ഗൺ ആ സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ അജയ് ദേവ്ഗണിന്റെ കൂടെ ചേരുകയും പിന്നെ ഈ ഗുണ്ടകൾക്കെതിരെ അവര് പോരാടുന്നതൊക്കെയാണ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. എന്താ ചില സീക്വൻസ് കണ്ടു കഴിയുമ്പോൾ ആക്ച്വലി നമുക്ക് ഇവർ ഗുണ്ടകളെ ട്രീറ്റ് ചെയ്യുന്നത് അവരെ അടിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഗുണ്ടകളോട് തന്നെ വിഷമം തോന്നും. ആ രീതിയിലൊക്കെയാണ് അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വയലൻസ് ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഗംഗാജൽ. ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പടത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് ഇതിന്റെ ഇപ്പൊ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് ആ പടം അത്ര വിജയിച്ചില്ല. പ്രിയങ്ക ചോപ്രയാണ് എന്റെ മെയിൻ ലീഡ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പടം അത്ര ഹിറ്റൊന്നും ആയില്ല. ബട്ട് ഈ ഗംഗാജൽ ഒരു കൾട്ട് സിനിമ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക. അജയ് ദേവ്ഗണിന്റെ ഒരു കിടിലൻ ടെറിഫിക് പെർഫോമൻസ് ഒക്കെ നമുക്ക് പടത്തിൽ കാണാൻ സാധിക്കും.
ഈ ആറാമത്തെ ചിത്രം ലിപ്സ്റ്റിക് അണ്ടർ ദി ബുർക്ക എന്ന ചിത്രമാണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അലങ്കൃത ശ്രീവാസ്തവാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രകാശയാണ്. ഈ സിനിമയെ സംസാരിക്കുന്നത് സ്ത്രീകളുടെ ലൈംഗിക വിചാരത്തെ പറ്റിയിട്ടാണ്. ഇപ്പൊ അവരുടെ ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടാണ് ഇതിന്റെ അത് പറയുന്നത്. എങ്ങനെയാണ് അവർ സെക്സിനെ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സെക്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് ലിപ്സ്റ്റിക് അണ്ടർ ദി ബുർക്ക. ഇത് ഒരു വ്യത്യസ്തമായ ഒരു തീമാണ്. ഞാൻ ഇതുവരെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീം അവർ കൈകാര്യം ചെയ്യുന്നത് കാണുന്നത്. നേരത്തെ ഫയർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് സ്ത്രീകളെ ലൈംഗികത കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അത് പല പല ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഇതൊരു ഹൈപ്പർ ലിങ്ക് രീതിയിലാണ് ഇതിന്റെ നരേഷൻ പോകുന്നത്. ബട്ട് ഇതിനകത്ത് ഓരോ കുറെ സ്ത്രീകളുടെ അവരുടെ ലൈംഗിക ചിന്താഗതി കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണിത്. അവരുടെ പ്രശ്നങ്ങൾ കാണിച്ച് പോകുന്ന ഒരു സിനിമയാണിത്. ഇത് ആ രീതിയിൽ വ്യത്യസ്തമായ കഥ പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം കണ്ടു നോക്കുക. ഇത് ഇറങ്ങിയ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ സിനിമ ഹിറ്റ് ആയിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഇത് ഏകദേശം ഒരു 20 കോടി അടുത്ത് കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 7-8 കോടി പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സിനിമ ആൾക്കാരെ സ്വീകരിക്കൊണ്ട് പടം ഹിറ്റ് ആവുകയും ചെയ്തിരുന്നു. നല്ലൊരു മികച്ച സിനിമ, നല്ല മികച്ച അനുഭവം നൽകുന്ന സിനിമ. തീർച്ചയായിട്ടും കണ്ടുനോക്കുക. അഞ്ചാമത്തെ സിനിമ സത്യയാണ്. സത്യ എനിക്കൊന്ന് ഗാങ്സ്റ്റർ മൂവീസിന്റെ ഒരു തുടക്കം കുറിച്ച സിനിമയായിരുന്നു. സത്യ ഡയറക്ട് ചെയ്തിരിക്കുന്നത് രാംഗോപാൽ വർമ്മയാണ്. ഇതിനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അനുരാഗ് കശ്യപ്പാണ്. അനുരാഗ് കശ്യപ്പ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമയായിരുന്നു. ഐ മീൻ സിനിമ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സിനിമയായിരുന്നു സത്യ. സത്യ കാണിക്കുന്നത് ബോംബെയുടെ ഓർഗനൈസ്ഡ് ക്രൈംസിനെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒരു ട്രയോളജിയിലെ ഒരു ആദ്യത്തെ സിനിമ തന്നെയായിരുന്നു. അതിനുശേഷമാണ് പിന്നെ കമ്പനി ഡി പോലത്തെ സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ ട്രയോളജിയുടെ ഭാഗമായിരുന്നു. എന്താ പറയുക, ഈ സിനിമ ഒരുപാട് റിയലിസം കാണിച്ചു തന്ന സിനിമയാണ്. കാര്യം ആ സമയത്തൊക്കെ ബോളിവുഡിൽ മോസ്റ്റ്ലി ഉണ്ടായിരുന്ന റൊമാൻറ്റിക് ഡ്രാമേഴ്സും അത് ഷാരൂഖ് ഖാനൊക്കെ റൊമാൻറ്റിക് സിനിമകളും അല്ലെങ്കിൽ സൽമാന്റെ ഒക്കെ സിനിമകളൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഫാമിലി ഡ്രാമ കാണിക്കുന്ന സിനിമകളൊക്കെ ആയിരുന്നു, പാട്ടും കൂത്തും. ബട്ട് ഇത് അങ്ങനെയല്ലായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി മാറിയെന്ന് വേറെ റൂട്ടിൽ സഞ്ചരിക്കാൻ വേറെ ആൾക്കാരെ പ്രേരിപ്പിച്ച സിനിമയായിരുന്നു സത്യ. ജെ.ഡി. ചക്രവർത്തിയുടെ ആണ് ടൈറ്റിൽ റോൾ ഉള്ളത്. സത്യ എന്ന ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിനകത്ത് ഒരുപാട് ഫേമസ് ആയത് ബീക്കു മാത്ര എന്ന് പറഞ്ഞ റോൾ ചെയ്തിട്ടുള്ള മനോജ് ബാജ്പേയിയുടെ റോളും പിന്നെ അതോടൊപ്പം തന്നെ കല്ലുമാമ, സൗരഭ് ശുക്ല ചെയ്തിട്ടുള്ള കല്ലുമാമ എന്ന് പറഞ്ഞ റോൾ. ഈ രണ്ട് റോളുകളാണ് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു. ഭയങ്കര ഹിറ്റാണ്. ഇപ്പോഴും ആൾക്കാർക്ക് ആ റോളുകളെ പറ്റി ഓർമ്മയുണ്ട്. അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ എടുത്ത ഒരു സിനിമയായിരുന്നു. അന്ന് 2 കോടിക്ക് ചെയ്ത പടം ഏകദേശം ഒരു 15 കോടി എടുത്ത് അന്ന് അതിന് ബിസിനസ് ചെയ്തിട്ടുണ്ടായി. വളരെ ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു സത്യ എന്ന സിനിമ. സത്യ എന്ന സിനിമ കൊണ്ടാണ് അനുരാഗ് കശ്യപ് എന്ന ഡയറക്ടർ തന്നെ നമുക്ക് കിട്ടിയത്. ക്രൈം സിനിമയുടെ ഒരു തുടക്കം കുറിച്ച സിനിമയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടുപോകുക. നാലാമത്തെ സിനിമ മുന്നാബായ് MBBS ആണ്. ഇത് സഞ്ജയത്തിന്റെ ഒരു തിരിച്ചുവരവിന് വലിയൊരു പുഷ് കൊടുത്ത സിനിമയായിരുന്നു മുന്നാബായ് MBBS. അതിന് മുമ്പായിട്ട് അദ്ദേഹം ജയിലിൽ പോവുകയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുണ്ടായി. അതിനുശേഷമാണ് മുന്നാബായ് MBBS വരുന്നതും അത് വന്നതിന് ശേഷം വലിയ ഹിറ്റ് ആവുകയും ചെയ്തു. ഒരുപാട് വലിയ ആക്ടേഴ്സ് ഒക്കെ അത് വേണ്ടാന്ന് വെച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു മുന്നാബായ് MBBS. ബട്ട് ഈ സിനിമ രാജ്കുമാർ ഹിറാനിയുടെ ആദ്യത്തെ പടമായിരുന്നു. അതിനുശേഷം ഇപ്പം അദ്ദേഹം ബോളിവുഡിൽ തന്നെ ഏറ്റവും ടോപ്പ് ലിസ്റ്റുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും വൻ ഹിറ്റാണ്. അത് വലിയ വലിയ ഹിറ്റുകളാണ്. മുരളി പ്രസാദ് ശർമ്മ എന്നൊരു ഒരു ഡോൺ ഒരു MBBS കോളേജിൽ പോയി ചെയ്തത്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളും കുറെ ലൈഫുകളും കുറെ ഇമോഷൻസും ഒക്കെ കാണിച്ചു തരുന്ന ഒരു നല്ല മനോഹരമായ ഫുൾ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ഒക്കെ നടത്തുന്ന ഒരു നല്ല സിനിമ. എല്ലാവരും തീർത്തും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് മുന്നാബായ് MBBS. കാര്യം നിങ്ങൾ എന്റർടൈനിങ്ങിന്റെ ഒരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ സിനിമ. അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു നല്ലൊരു മികച്ച സിനിമ. അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു ലഗേരഹ മുന്നാബായ്. അതും ഈക്വലി നല്ല രീതിയിൽ തന്നെയുള്ള സിനിമ തന്നെയാണ്. ബട്ട് ഇതാണ് ആദ്യത്തെ പടം. അതുകൊണ്ടാണ് ഈ പടത്തിന് ഈ ലിസ്റ്റ് ഇട്ടുള്ളത്. വസുരാജ് MBBS എന്നൊക്കെ പറഞ്ഞ് വേറെ റീമേക്കുകളൊക്കെ കൊണ്ടായിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക്. ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. സഞ്ജയത്തിന്റെ ഒരു നല്ലൊരു അഭിനയമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ചിത്രം അനുഭവ് സിൻഹ ഡയറക്ട് ചെയ്ത ആയുഷ്മാൻ ഖുറാന അഭിനയിച്ചിട്ടുള്ള ആർട്ടിക്കിൾ 15 ആണ്. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ അങ്ങനെ വളരെ വിരളമായിട്ട് ചിത്രങ്ങൾ വന്നിട്ടുള്ളൂ. കാസ്റ്റ് സിസ്റ്റത്തെ ചോദ്യം ചെയ്തിട്ടുള്ള സിനിമകൾ വളരെ വിരളമായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പൊ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ആർട്ടിക്കിൾ 15. നമ്മുടെ ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന കാസ്റ്റിന്റെ പേരിലുള്ള വിവേചനങ്ങളൊക്കെ അവർ ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. 3 രൂപയുടെ പേര് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെടുന്നതും അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണവും ഒക്കെയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ടോട്ടൽ അതിന്റെ പിക്ചറൈസേഷൻ തന്നെ അത്ര കളർഫുൾ ഒന്നുമല്ല. നമുക്ക് കാണുന്നതിന് ഒരു ഡാർക്ക് ടോണിലാണ് പടം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ അവർ ആ രീതി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ സിനിമകളൊക്കെ വളരെ കുറച്ചേ വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് നല്ല സിനിമയാണ്. ഒരുപാട് മെസ്സേജിനേക്കാൾ ഉപരി എന്താ പറയുക, നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനെ കാണിച്ചിരുന്ന സിനിമയാണ്. പിന്നെ വേറെ കാര്യം, സോഷ്യൽ സിറ്റുവേഷനെ കാണിച്ചിരുന്ന സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു സ്ലോ ആയിട്ട് പോകുന്ന പടമൊന്നുമല്ല. ഇതിന്റെ ഒരു ത്രില്ലർ എലമെന്റ് ഉണ്ട്. ഒരു ത്രില്ലർ രീതിയിലാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ ഈ പടം കണ്ടു നോക്കുക.
രണ്ടാമത്തെ ചിത്രം സെക്കൻഡ് പൊസിഷൻ ഏഴാം കാര്യം ബാക്കി എല്ലാ പടങ്ങൾക്കും ഒരു വലിയ ബഡ്ജറ്റോ അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസോ ഒക്കെ ബാക്കപ്പ് ചെയ്ത പടങ്ങളായിരുന്നു. ബട്ട് ഇതൊന്നും ഇല്ലാണ്ട് വന്ന ഒരു പുതിയ പ്രൊഡക്ഷനകത്ത് വന്ന ഒരു സിനിമയായിരുന്നു തുമ്പാട് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ എന്താ പറയാ, ഇതൊരു പടമാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു അനുഭവമാണ്. അതായത് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ബോളിവുഡ് സിനിമയാണോ എന്ന് നമുക്ക് തോന്നില്ല. കാര്യം ഇതിന്റെ അകത്ത് ബോളിവുഡിലുള്ള കാണുന്ന ഒരു ആക്ടേഴ്സും ഇല്ല. ഇതിന്റെ അകത്ത് എല്ലാം പുതിയ പുതിയ ആൾക്കാർ, പിന്നെ ഫ്രെയിമിങ്ങും അതിന്റെ കഥാപശ്ചാത്തലം എല്ലാം പുതിയത്. പിന്നെ ഒരു വേറൊരു ലോകം, നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ലോകത്താണ് നമ്മൾ എത്തുന്നത്. ഒരു മുത്തശ്ശി കഥ ഒക്കെ പറയുന്ന പോലെ നമ്മള് മുത്തശ്ശിമാരൊക്കെ നമ്മളടുത്ത് കഥ പറഞ്ഞു തരുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തെത്തും അല്ലെങ്കിൽ വേറൊരു വേൾഡിലെത്തും. ഈ പടം ആ രീതിയിലാണ് പോകുന്നത്. തുമ്പാടിനെ പറ്റി ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങിയ സമയത്തും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സ്ക്രീൻ ചെയ്ത് ഒരുപാട് പേര് നേടിയ പടം തന്നെയാണ്. പിന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇതിൽ അറിയിക്കുന്ന വിജയം നേടിയിട്ടുള്ളത്. പക്ഷെ അത് തെറ്റാണ്. കാര്യം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഏകദേശം 9 കോടിക്കാണ്. പിന്നെ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ ലഭിച്ചൊരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് അവാർഡുകൾ നേടിയ സിനിമ, ഒരുപാട് അംഗീകാരങ്ങളും പിന്നെ റെക്കഗ്നേഷനും കിട്ടിയൊരു പടമായിരുന്നു. പിന്നെ ഈ പടം ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 6 വർഷത്തിന് ടൈം എടുത്തിരുന്നു. ഒരുപാട് സമയം നീണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഇതിന്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഈ ബിജു നമ്പ്യാർ ഈ സിനിമയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ ഡയറക്ടറിനെ പുള്ളി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ കണ്ടാണ് ഈ ഡയറക്ടറിനെ കുറിച്ച് വേറെ ആൾ പറയുന്നത് കേട്ടാണ്. അതായത് ഈ ഒരു 15 വർഷം മുമ്പ് പുള്ളി ഇയാളെ കണ്ട സമയത്ത് ആ സമയത്തും തുമ്പാടിന്റെ ഓരോ ഫ്രെയിം വരയ്ക്കുന്നുണ്ടായിരുന്നു, സ്റ്റോറി ബോർഡ് പോലെ വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്നേ അയാൾ അതിലൊക്കെ അന്നേ പുള്ളി അത് കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്ന്. പക്ഷെ നല്ലൊരു പ്രോപ്പർ പ്രൊഡ്യൂസറൊന്നും കിട്ടാത്തതുകൊണ്ടും ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ബാക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പടം ഒരുപാട് ഡിലേ ആയി പോയതൊക്കെ. പിന്നെ സോഹം ഷായാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തതും പുള്ളിയാണ് ഇതിന്റെ അകത്ത് ആക്ട് ചെയ്തിട്ടുള്ളതും. അങ്ങനെ പുള്ളിയാണ് സിനിമയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് പടം റിലീസ് ചെയ്യിപ്പിച്ചത്. പിന്നെ ആനന്ദൻ റായ് പോലൊരു ഡയറക്ടറൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പടം റിലീസ് ആയി പോയി. പിന്നെ അത്യാവശ്യം ഹിറ്റ് ആവുകയും ചെയ്തിരുന്ന സിനിമ. ബട്ട് തീർന്ന് ഞാൻ പറഞ്ഞുതരാം, ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. 5 കോടിക്കൊന്നും എടുത്തിരുന്ന പടമാണ്. അതിനകത്ത് പടത്തിന് വേണ്ട കുറച്ച് ഭാഗങ്ങളിൽ നല്ല VFX ആണ്. ആ VFX നല്ലപോലെ ചെയ്തു. കിട്ടിയ ബഡ്ജറ്റ് ഫുള്ളായിട്ട് VFX കൊണ്ട് ഉപയോഗിച്ചു. ഇപ്പൊ ഒരു 50 കോടി അല്ലെങ്കിൽ 70 കോടിയൊക്കെ എടുത്ത് മുതൽ മുടക്കിയൊക്കെ എടുക്കുന്ന സിനിമയുടെ VFXനെ കാട്ടി ഒരുപാട് മുന്നിട്ട് നിൽക്കുമായിരുന്നു ഈ സിനിമയുടെ 5 കോടിക്ക് എടുത്ത ഈ സിനിമയുടെ VFX. കാര്യം അത്രയ്ക്ക് ഡെഡിക്കേഷന്റെ ഒരു സംഭവമാണ് നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് എന്നെ സർപ്രൈസ് ചെയ്ത സിനിമയാണ്. കാര്യം ഒരു നല്ല സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അതിന് നല്ലൊരു ബാക്കപ്പ് വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. കാര്യം ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയൊന്നും അങ്ങനത്തെ സിനിമയൊന്നും അല്ല. ഇത് ഫാന്റസിയാണ്. ഇത് ഫാന്റസി ഒരു 5 കോടിയിൽ ഒരു ഫാന്റസി ചെയ്യുക, ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ബാക്കപ്പ് ഇല്ലാണ്ട് ചെയ്യുക, അത് റിലീസ് ആക്കുക, അതൊരു പരിധിവരെ ഓടുക, നല്ല രീതിയിൽ തന്നെ ഓടുക, അതിന് പ്രശംസ കിട്ടുക, അതൊക്കെ വലിയ കാര്യമാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാഹി അനിൽ ബാഗ്, ഹാറ്റ്സ് ഓഫ് ആണ്. കാര്യം അത്രയ്ക്ക് രസമായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, ഈ പടം ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്നാമത്തെ ചിത്രം എന്താ പറയുക, ഈ സിനിമ കണ്ടതിന് എനിക്ക് ഈ സിനിമ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാര്യം ഒരുപാട് മനസ്സിനുള്ളിലോട്ട് കയറിപ്പോകുന്ന സിനിമ എന്ന് തന്നെ പറയാൻ പറ്റും. ഇത് റിയലിസ്റ്റിക് ആണ് ഈ സിനിമ, അതോടൊപ്പം തന്നെ ഡ്രാമയുണ്ട് ഈ സിനിമയില്. ബട്ട് ഇത് ഒരുപാട് ഡീപ്പാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും ഈ സിനിമ. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന സിനിമയാണ്. സ്വദേശാണ് ഒന്നാമത്തെ ചിത്രം. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അശ്വത് ഗവാർക്കറാണ്. പുള്ളി ലഗാനൊക്കെ ചെയ്തതിനു ശേഷമാണ് ഈ സിനിമ ചെയ്തത്. ആ സമയത്തൊക്കെ ഇത് ഷാരൂഖ് ഖാൻ ഏറ്റെടുത്ത് ചെയ്തു ഈ സിനിമ. ബട്ട് ഈ സിനിമ ഓടിയില്ല, വിജയിച്ചില്ല, ഫ്ലോപ്പ് ആയിരുന്നു സിനിമ. ബട്ട് മുതൽ മുടക്ക് കിട്ടിയിട്ടുണ്ടാകും, ഹിറ്റ് ആയിരുന്നില്ല സിനിമ. ബട്ട് എന്താ പറയാ, ഒരുപാട് നന്മയുള്ള സിനിമ. അതിനേക്കാൾ ഉപരി നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാജ്യത്തിന് വേണ്ടി ഓരോ ഇത് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതല്ല, വേറൊരു ലെവലിലോട്ടാണ് ഇവര് പടം പറഞ്ഞു പോകുന്നത്. ഇതിനകത്തില് ഒരു സീക്വൻസ് ഉണ്ട്, നമ്മള് ട്രെയിനിന്റെ അകത്ത് ഷാരൂഖ് ഖാൻ ട്രെയിനകത്ത് ഇരിക്കുമ്പോൾ ഒരു പയ്യനാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് കണ്ട് പുള്ളി കരയുന്നത്. അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് നൽകുന്ന പല കാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച്, സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞൊരു ചിത്രമായിരുന്നു സ്വദേശ്. ഇത് റിയൽ ലൈഫായിട്ടുള്ള കുറച്ച് ആൾക്കാർ ബേസ് ചെയ്തിട്ടാണ് അവർ ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വദേശിന് ഒന്നാമത്തെ പൊസിഷൻ കൊടുക്കുന്നത്. കാര്യം പല ലെവലിലും ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന സിനിമ. ഇത് ഗാനങ്ങളാണെങ്കിൽ ശരിക്കും എ റഹ്മാനായിട്ട് മുന്നേ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗാനങ്ങളൊക്കെ ഇപ്പോഴും ഒരുപാട് രസമാണ്. കാരണം യൂഹിച്ചല്ലാന്നുള്ള ഗാനം, പിന്നെ ഏജോ ദേശീയ മേര, ഇതൊക്കെ വളരെ രസമായിരുന്നു. ഏജോ ദേശീയ മേരയ്ക്ക് നാഷാവണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിലിം ഫെയർ അവാർഡ് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ഷാരൂഖ് ഖാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഷാരൂഖ് ഖാന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് സ്വദേശ് എന്ന് ഞാൻ പറയാൻ കാര്യം. എനിക്ക് അതുപോലെ ഷാരൂഖ് ഖാൻ ഇഷ്ടപ്പെടാൻ കാര്യം ഈ സിനിമയായിരുന്നു. ഒരുപാട് നല്ല സിനിമയാണ് സ്വദേശ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ
തീർച്ചയായിട്ടും കണ്ടുപോകുന്നത്. ഇതാണ് ഇന്നത്തെ എന്റെ ഒരു ടോപ്പ് 10 ലിസ്റ്റ്. ഇനിയിപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അപ്പം ഗൈസ്, ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷന്റെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉടനടി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. എനിവേ